ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ഭാഗം 94 പ്രവർത്തികൾ 14-ാം അധ്യായം വാക്യം 8 മുതൽ 15 വരെയുള്ള ഭാഗത്ത് വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് സകലത്തെയും ഉളവാക്കിയവനും സർവത്തിൻ്റെയും ഉടയവനുമായ ജീവനുള്ള സത്യദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് ധ്യാനിച്ചു. ഇന്ന് ഭാഗം 95 പ്രവർത്തികൾ 14-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരമാണ്: കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. അന്ത്യോക്യയിൽ പൗലോസ് യഹൂദന്മാരോട് അവരുടെ പിതാക്കന്മാരുടെ മിസ്രയീമിലെ അടിമത്വം മുതൽ ക്രിസ്തുവിനെയും പാപമോചനത്തെയും ഒടുവിലായി ശക്തമായ മുന്നറിയിപ്പ് നൽകി സുവിശേഷം അറിയിച്ചപ്പോൾ ലുസ്രയിൽ പുറജാതികൾ വ്യർത്ഥദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞിടത്ത് പൗലോസ് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ജീവനുള്ള ദൈവം ആരെന്നും ആ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി, സ്വർഗം, മഴ, മഞ്ഞ്, ഫലപുഷ്ടിയുള്ള കാലങ്ങളും ആഹാരവും സന്തോഷവും നൽകി എല്ലാവരെയും തൃപ്തരാക്കുകയും ചെയ്യുന്ന ദൈവം സ്വന്തം സാക്ഷ്യം സർവർക്കും ഇത്രത്തോളം നൽകി. ആ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നവരെ ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ അവർ തങ്ങൾക്കായി യാഗം കഴിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞതായിട്ട് നാം കാണും. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്ന് കൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്ന് വായിക്കും. ഇവിടെ പൗലോസിൻ്റെ സുവിശേഷ ഘോഷം ലൂസ്രയിൽ പുരോഗമിക്കുന്നത് അറിഞ്ഞ് 98 മൈൽ ദൂരെയുള്ള പിസിദ്യയിലെ അന്ത്യോക്യയിൽ നിന്നും 18 മൈൽ ദൂരെയുള്ള ഇക്കോന്യയിൽ നിന്നും സുവിശേഷം നിരസിച്ച അവിശ്വാസികളായ യഹൂദന്മാർ ലൂസ്രയിൽ വന്ന് അവിടെയുള്ള പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. 18-ാം വാക്യത്തിൽ അത്ഭുത പ്രവൃത്തികൾ കണ്ട് പൗലോസ് ദേവനാണ് എന്ന് പറഞ്ഞ് യാഗം കഴിക്കാൻ ശ്രമിച്ച ജനം പൗലോസിനെ കല്ലെറിയുവാൻ ഇപ്പോൾ തയ്യാറായി. വിശ്വാസം ഉറയ്ക്കുന്നതിന് മുൻപ് അതിനെ തകർക്കുവാൻ ദുഷ്ടശക്തി എപ്പോഴും ശ്രമിക്കും. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെയും ഉളവായത്. എത്ര വേഗത്തിലും നിഷ്പ്രയാസവുമായി ജനത്തെ സ്വാധീനിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ മറന്നുകൊണ്ട് തിന്മയുടെ പടുകുഴിയിലേക്ക് ജനം പതിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയും പോലെ മത്തായിയുടെ സുവിശേഷം 10:25 പറഞ്ഞിരിക്കുന്ന വാക്ക് ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്നത് ഇവിടെ പ്രസക്തമാകുന്നു. ഇന്ന് ഹോശന്ന, നാളെ ക്രൂശിക്കുക. യഹൂദന്മാർ യേശുക്രിസ്തുവിനോട് ചെയ്തതുപോലെ ലുസ്രയിൽ പുറജാതികൾ യഹൂദന്മാരോട് ചേർന്ന് പൗലോസിനോടും ചെയ്തു. ഇന്നും ലോകം വ്യത്യസ്തമല്ല. പുറപ്പാട് പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു 23:1-2 വാക്യത്തിൽ: വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറച്ചുകളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. ഈ വചനം യഹൂദന്മാർക്ക് അറിവുണ്ട്, എങ്കിലും വചനത്തെ ത്യജിച്ചിട്ട് അവർ സ്വന്തം വഴികളിൽ നടന്നു. പുതിയ നിയമകാലങ്ങളിൽ ദൈവം തൻ്റെ ദാസന്മാരെ എല്ലായ്പ്പോഴും ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ സത്യം സുവിശേഷങ്ങളിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇന്നും അതേ നിലയിൽ നിലനിൽക്കുന്നതുമാണ്. ദൈവദാസന്മാർ അതിന് വലിയ വില കൊടുത്തതുകൊണ്ടാണ് ദൈവരാജ്യം മുന്നേറുന്നത്. ക്രിസ്തുവിന് വേണ്ടി താൻ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് പൗലോസ് വിവരിക്കുമ്പോൾ ഈ സന്ദർഭത്തെക്കുറിച്ച് പൗലോസ് പരാമർശിക്കുകയുണ്ടായി: ഒരിക്കൽ കല്ലേറേറ്റു എന്ന്. 2 കൊരിന്ത്യർ 11:25 പറയുന്നു: 3 വട്ടം പോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഗലാത്യലേഖനം 6:17 പറയുന്നു: ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചുടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. കർത്താവ് പൗലോസിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്. പ്രവൃത്തി 9:16 പറയുന്നു: എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവന് കാണിക്കും എന്ന് പറഞ്ഞു.
പൗലോസ് കല്ലേറേക്കുമ്പോൾ സ്തേഫാനോസിനെ ഓർത്ത് കാണാം. എത്രമാത്രം വേദന നിറഞ്ഞ അവസ്ഥയിൽ കൂടി തൻ്റെ സാന്നിധ്യത്തിൽ സ്തേഫാനോസ് കല്ലേറേറ്റു മരണമടഞ്ഞുവെന്ന്. ഇന്ന് താൻ ആ സ്ഥാനത്ത് കല്ലേറേൽക്കുന്നു. സ്വയമായ അനുഭവത്തിൽ കൂടി മാത്രമേ മറ്റുള്ളവർ സഹിക്കുന്ന വേദനയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പൗലോസിന് ആ വേദന, സ്തേഫാനോസ് അനുഭവിച്ച വേദന മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശിലെ വേദനയും സ്വജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ആ ത്യാഗത്തിൻ്റെ, ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ വില അറിയും. പൗലോസ് ഇപ്പോൾ തൻ്റെ സ്വജീവിതത്തിൽ കൂടി അവയുടെ ആഴവും വിലയും മനസ്സിലാക്കി. ഗലീത്യയിലെ സഭകൾക്ക് എഴുതുമ്പോൾ ഞാൻ യേശുവിൻ്റെ ചുടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ സംഭവത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പ്രതിപാദിച്ചത്. 2 കൊരിന്ത്യർ 11:23-28 പറയുന്നു, പൗലോസ് തൻ്റെ കഷ്ടതകളെപ്പറ്റി ഇപ്രകാരം വിവരിച്ചു: ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വഭാവങ്ങളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് പൗലോസിൻ്റെ വാക്കുകളിലൂടെ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ വചനത്തോടും ഏതൊന്നിനു വേണ്ടി യേശു മരിച്ചുവോ ആ കാരണത്തോട് പ്രതിബദ്ധതയുള്ള ഒരുവൻ്റെ കഷ്ടവും വ്യസനവും വെളിപ്പെടുത്തിയിരിക്കും. പൗലോസ് ദൈവത്തിൻ്റെ വികാരങ്ങളോടുള്ള കൂട്ടായ്മയിലും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള സഹാനുഭൂതിയിലുമായിരുന്നു. പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് പങ്കാളിത്തം വഹിച്ച 20 വിധങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അത് പൗലോസിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം വചനം വഴി. ഒന്നാമതായിട്ട് ദൈവത്തെ സേവിക്കുന്നതിലുള്ള അനേക കഷ്ടങ്ങൾ. പ്രവൃത്തി 14:22 പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു എന്നുവെന്ന്. രണ്ടാമതായി സമൂഹത്തെ അടക്കി വാഴുന്ന പാപം നിമിത്തം ആത്മാവിൽ ചൂട് പിടിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. പ്രവൃത്തികൾ 17:16 അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട മനസ്സിന് ചൂടുപിടിച്ചു എന്ന്. മൂന്നാമതായിട്ട് കണ്ണുനീരോടുകൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. 2 കൊരിന്ത്യർ 2:4 വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്ര. നാലാമതായിട്ട് രാവും പകലും കണ്ണുനീർ വാർത്തുകൊണ്ട് സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി വേദപുസ്തക അപ്പോസ്തോലിക വിശ്വാസത്തോട് അല്ലാതിരുന്ന ഉപദേഷ്ടാക്കന്മാർ സുവിശേഷത്തെ വികലമാക്കിയത് നിമിത്തം ആത്മാക്കൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് 3 വർഷം മുന്നറിയിപ്പ് നൽകിയതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രവൃത്തികൾ 20:29-31 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായിട്ട് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീനെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. ഇന്ന് ഈ സ്ഥിതിവിശേഷം അധികരിച്ചിരിക്കുന്ന സമയമാണ്. സ്വാർത്ഥ ലാഭത്തിനായിട്ട് സുവിശേഷം ഘോഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വിശ്വസ്തരല്ലാതിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ രക്ഷയുടെ സുവിശേഷത്തെ വികലമാക്കി അനേകരെ നാശത്തിലേക്ക് നയിക്കുന്നു. ഭൗതിക ജീവിത ചിന്താഗതികളിലേക്ക് അവരെ എത്തിക്കുന്നു. ദൈവികമായ രക്ഷയുടെ സുവിശേഷം അവർ വിട്ടുകളയും. രക്ഷയുടെ വചനം ഓർക്കുക സൗജന്യമാണ്. അതെല്ലാവർക്കും ഒരുപോലെ ദൈവം നൽകുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് തിരുവചന സത്യം ഉൾക്കൊണ്ട് ശരിയായ ജീവിതം നയിക്കുന്നവർക്ക്
പരിശുദ്ധാത്മാവിനാൽ ശരിയായ മാർഗം കണ്ട് അതിൽ നടപ്പാൻ സാധ്യമായിത്തീരും. അഞ്ചാമതായിട്ട്, പ്രിയപ്പെട്ട വിശ്വാസികളെ പിരിഞ്ഞു പോകുന്നതിലുള്ള ദുഃഖത്തിൽ പൗലോസിൻ്റെ തകർന്ന ഹൃദയത്തെപ്പറ്റി നാം വായിക്കുന്നുണ്ട്. പ്രവൃത്തി 21:13. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ആറാമതായിട്ട്, പൗലോസിൻ്റെ വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും തൻ്റെ ചർച്ചക്കാർ ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാത്തത് നിമിത്തം അവൻ ദുഃഖിക്കുന്നതായിട്ട് കാണും. റോമാലേഖനം 9:2-3 വാക്യങ്ങൾ പറയുന്നു, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കും. ജഡപ്രകാരം എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. റോമാലേഖനം 10:1 പറയുന്ന, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഏഴാമതായിട്ട്, ക്രിസ്തുവിന് വേണ്ടിയുള്ള തൻ്റെ അധ്വാനങ്ങൾ നിമിത്തം തനിക്കുണ്ടായ നിരവധി പരിശോധനകളും കഷ്ടതകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:8-12 വരെ നാം വായിക്കുമ്പോൾ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. 2 കൊരിന്ത്യർ 11:23-29 വരെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരവും ഞാൻ ബുദ്ധിപരവുമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ട് പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആർ ബലഹീനായിട്ട് ഞാൻ ബലഹീനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. അപ്രകാരം 1 കൊരിന്ത്യർ 4:11-13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. 8ാമതായിട്ട്, സഭയിൽ പാപത്തെ അനുവദിക്കുന്നതിൽ പൗലോസ് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 2:1-3 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. ഞാനിത് തന്നെ എഴുതുന്നത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ച് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കുക കൊണ്ടും ആകും. 2 കൊരിന്ത്യർ 12:21 പറയുന്നു, ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടും. 1 കൊരിന്ത്യർ 5:1-2 വാക്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് പോലും അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന്. 2 കൊരിന്ത്യർ 6:8-10 വരെ പറയുന്നു, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ,
മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും ഇപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. 9 ക്രിസ്തുവിനെയും അവൻ്റെ സത്യസുവിശേഷത്തെയും നിരസിച്ചവർക്ക് എഴുതുമ്പോൾ പൗലോസിനുള്ള കഷ്ടവും മനോദുഃഖവും പറ്റി നാം 2 കൊരിന്ത്യർ 2:4 ഇപ്രകാരം വായിക്കുന്നു: വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്ര. 10 ലോകത്തിൻ്റെ ഭാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വതന്ത്രനായി ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനുള്ള ആഗ്രഹവും ഞരക്കവും വലിയ ഭാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:1-4 വായിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പിണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടില്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനുള്ള അമർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങും. ഫിലിപ്പിയ ലേഖനം 1:23 നാം വായിക്കുന്നു: ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന്. 11 സഭയുടെ ധാർമ്മികവും ഉപദേശപരവുമായ വിശുദ്ധിയോടുള്ള തൻ്റെ പ്രതിബദ്ധത നിമിത്തം എല്ലാ വിധത്തിലുമുള്ള കഷ്ടം അപ്പോസ്തലനുണ്ടായി എന്ന് അദ്ദേഹം പറയുകയാണ് 2 കൊരിന്ത്യർ 7:5. ഞങ്ങൾ മക്കദോന്യയിലെത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടം അത്രേ ഉണ്ടായത്, പുറത്തെ യുദ്ധം, അകത്ത ഭയം. അപ്രകാരം 2 കൊരിന്ത്യർ 11:3-4 പറയുന്നു: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 12 സകല സഭയെയും കുറിച്ച് ദിനംതോറുമുള്ള ചിന്താഭാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 11:20 പറയുന്നു: അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. 13 അദ്ദേഹം പറയുന്നത്: ഒരു വിശ്വാസി പാപത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴുള്ള തൻ്റെ കഠിനമായ ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 11:29. ആർ ബലഹീനായിട്ട് ഞാൻ ബലഹീനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. 14 വെളിപ്പെടുത്തപ്പെട്ട പുതിയ നിയമവിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നവരെ ശാപഗ്രസ്തരെന്ന് കണക്കാക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 1:6-9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കും. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നതെന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടോ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 15 കൃപയിൽ നിന്ന് വീണു പോയവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് പൗലോസ് അനുഭവിച്ച ഈറ്റുനോവിനെ പറ്റി പറയുന്നത് ഗലാത്യ ലേഖനം 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ പിന്നെയും പ്രസവദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:4 പറയുന്നു: ഉരുവാനല്ല, മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 16 ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവരെക്കുറിച്ച് ഓർത്ത് കരയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:18 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. 17 ചിലർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ദുഃഖവും കഷ്ടവും അനുഭവിക്കുന്നു. 1 തെസ്സലോനിക്കർ 3:5-8 പറയുന്നു: ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു.
ഇപ്പോഴോ തിമോഥെയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. 18 നീതിയും ഭക്തിക്കും വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹം നിമിത്തമുള്ള പീഡയെപ്പറ്റി അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. 2 തിമോഥെയോസ് 3:12 പറയുന്നു, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. 19 ആസ്യയിലെ സഹോദരന്മാർ വിട്ടുപോയതിനാൽ പൗലോസിൻ്റെ ദുഃഖം വ്യക്തമാക്കുകയാണ്. 2 തിമോഥെയോസ് 1:15 ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമോഗനേസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. 20 വിശ്വാസത്യാഗം സംഭവിക്കാമെന്നതിനാൽ വിശ്വാസത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിച്ചു കൊള്ളുന്നതിന് തിമോഥെയോസിനുള്ള ദുഃഖപൂർണമായ അപേക്ഷ അദ്ദേഹം 1 തിമോഥെയോസ് 4:1 പറയുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. 1 തിമോഥെയോസ് 6:20 പറയുകയാണ്, അല്ലയോ തിമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കും. 2 തിമോഥെയോസ് 1:14 പറയുന്നു, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളു. അപ്പോസ്തലനായ പൗലോസ് കല്ലേറ് മൂലം മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞതായിട്ട് നാം വായിച്ചു. 2 കൊരിന്ത്യർ 12:1-5 ഭാഗത്ത് പറയുന്ന ദർശനം ഈ മരണകാരണമായ അവസ്ഥയിൽ കൂടി കടന്നുപോയ സന്ദർഭത്തിലാണ് ഉണ്ടായത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12:1-5 വായിക്കുമ്പോൾ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയും. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയും. ആ മനുഷ്യൻ പരദീസായോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 6:17 താൻ യേശുവിൻ്റെ ചുടടയാളം തൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഈ കല്ലേറ് മൂലം ഭവിച്ചതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മിൽ പലരും സുവിശേഷ വേലയിൽ ഭാഗഭാക്കാകുന്നുവെങ്കിലും എത്രമാത്രം അപ്പോസ്തലനായ പൗലോസിനെ പോലെ ആത്മാർത്ഥമായി വിശ്വാസികളെപ്പറ്റി, വിശ്വാസത്തിൻ്റെ സ്ഥിരതയെപ്പറ്റി വ്യാകുലചിന്തരാകുകയും ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ സ്ഥിരത വിശ്വാസികളുടെ ജീവിതത്തിൽ ഉളവാകണമെന്ന് പ്രാർത്ഥിക്കുകയും തുടർച്ചയായി അവരുമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുക. നാം പലപ്പോഴും വൈഭവത്തെ പ്രകടമാക്കുവാനും തൻ്റെ കഴിവിനെ പ്രകടമാക്കുവാനും മാത്രം വചനം പറയുന്നു. എൻ്റെ പേര് മറ്റുള്ളവർ അറിയണമെന്നുള്ള വ്യഗ്രതയാണ് പലരിലും വചനം പറയുന്നതിന് ഇടയാക്കുന്നത്. അവർ അങ്ങനെയുള്ള ഭാഷകൾ ഉച്ചരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറയും. പക്ഷേ യഥാർത്ഥ രക്ഷയുടെ സുവിശേഷം പറയുന്ന വ്യക്തിജീവിതങ്ങൾ വളരെ വിരളമായി വരുന്ന ഒരു കാലഘട്ടമാണ്. ദൈവസ്നേഹത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിവുള്ളവർ ഇന്ന് വളരെ കുറവാണ്. പറഞ്ഞുവല്ലോ നേരത്തെ, സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ വേദനപ്പെട്ടു, ദുഃഖപ്പെട്ടു, വളരെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിലൂടെ കടന്നുപോയി. എങ്കിലും അതൊക്കെയും സഹിക്കുമ്പോഴും തൻ്റെ ജീവിതം അനുഗ്രഹകരമായി തീരുമെന്നുള്ള വലിയ പ്രത്യാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അതുണ്ടോ? ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവസന്നിധിയിലേക്ക് ആ ചിന്തയോടെ അടുത്ത് വരണം. ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. പിന്നെ നമ്മളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ നിത്യരക്ഷ അനന്തമായ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നായിരിക്കാൻ തക്കണം നമ്മളായിത്തീരുമോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി
പൂർണ്ണ വിശ്വാസത്തോടുകൂടി നാം അനുദിനം മുന്നോട്ട് പോകണം. നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോഴേയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും കേൾക്കുക, വചനം ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക. ആരെല്ലാം അത് ഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷേ ദൈവം സർവ്വവും അറിയുന്നു. സർവ്വവും അറിയുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി വചനം കൂടുതൽ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും തക്കവണ്ണം പ്രാപ്തമായി തീരട്ടെ. എല്ലാവരും അനുഗ്രഹിക്കും.